ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിത് ഇവിടെ കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി എന്ന് പറഞ്ഞാൽ 300 ഗ്രാം ഇഞ്ചി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കൽക്കണ്ടം. ഇതാണ് കൽക്കണ്ടം എന്ന് പറയുന്നത്. ഇതിനെ പൊടിച്ചെടുത്തതായത് ഇത് ശർക്കര, അതും പൊടിച്ചെടുത്തതാണ്. ഇഞ്ചി, ശർക്കര, കൽക്കണ്ടം. ഈ ഇഞ്ചി നമുക്കൊന്ന് ചുട്ടെടുക്കണം. അടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കാം. നിങ്ങളടുത്ത് അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതിയേ. ഇതാ ഞാനിവിടെ ഗ്യാസിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. ഇതിനെക്കൊണ്ട് നമുക്കൊരു മഴക്കാലത്തൊക്കെ നല്ലതാണ്. ഇഞ്ചി കണ്ടോ, ഇതൊന്ന് ചുട്ടെടുക്കാം. നമുക്ക് ഇഞ്ചി മുട്ടായി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇഞ്ചി ഇങ്ങനെയാണ് ചുട്ടെടുക്കുന്നത്. അടുപ്പുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കാം കേട്ടോ. ഇഞ്ചിയൊക്കെ ചുട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചി അതിലിട്ടിട്ടുണ്ട്. അരച്ചെടുത്ത ഇഞ്ചി ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് കത്തിച്ച് വെക്കണമെങ്കിൽ അപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടില്ല. ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി ചേർത്തെടുക്കാം. ഇത് ഇഞ്ചിൻ്റെ ശർക്കരൻ്റെ എല്ലാം പാടുള്ള വെള്ളമാണ്. ഇനി ഇത് നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ കിടന്ന് അത് വേവട്ടെ. ഇഞ്ചിയെല്ലാം ഇതൊന്നത് വരണം. നല്ലോണം വെന്ത് നല്ല കട്ടയായിട്ട് വരും. നോക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, ഒരു നുള്ള് ഉപ്പ് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ചേർത്തെടുക്കാം. നല്ലോണം വെന്ത് വരുന്നതിലേക്ക് നമുക്ക് കുറച്ച് പശുനെയ്യ് ഒഴിച്ചെടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ പശുനെയ്യ്. നല്ല നെയ്യാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് നെയ്യ്. എന്നിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് അവിടെ പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല കട്ടയായിട്ട് വരും. അതൊക്കെ ഇതിൽ നിന്നൊക്കെ വിട്ട് വന്ന് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. കുറച്ച് സമയം അവിടെ വെച്ച് കൊടുക്കാം. അത് പുറത്ത് ഉണ്ടോ, ഇതൊക്കെ കുറച്ച് വന്നുണ്ടോ. കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ചൂടാറിയിട്ടല്ലേ നമുക്കിത് ഉരുട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഉണ്ടോ, ചെറിയ ചെറിയ ഉരുളാക്കി എടുത്താൽ മതി. ഇത് കുറച്ച് വയ്ക്കും, ചെറിയതാക്കി എടുത്താൽ മതി. ചെറിയ ഉരുളാക്കി എടുക്കുക. എന്നിട്ട് ഈ നമ്മളെടുത്ത് പൊടിച്ച് വെച്ച ഇതില്ലേ കൽക്കണ്ടയില്ലേ, അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും. വലിയ ഉരുളാക്കുമ്പോൾ ഇഞ്ചിയല്ലേ, അപ്പോൾ നമുക്കത് ബാക്കിയായി പോകും. ചെറിയ ഉരുളാക്കി എടുക്കുക. മഴക്കാലമല്ലേ, നല്ലതാട്ടോ ഇത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഇതിലേക്ക് അങ്ങ് വെച്ചെടുത്താൽ മതി. അപ്പോൾ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ അപ്പോൾ ഞാൻ 2 ഉരുട്ടി, അതുപോലെ അങ്ങനെ ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളാക്കിയാൽ മതി. ഉണ്ടാവും. ഈ കൽക്കണ്ടയില്ലേ, ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ കിട്ടും. കുറച്ച് സമയം ഇരുന്നാൽ മതി. അപ്പോൾ ചൂടാറിയാൽ ഇതേപോലെ കിട്ടും. നമുക്ക് ചൂടാറിയിട്ടേ തൊടാവുള്ളൂ, അല്ലെങ്കിൽ കൈമേലൊക്കെ ഒട്ടിപ്പിടിക്കും. ചൂടുകൊണ്ട് ശർക്കരയാണല്ലോ. ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ ഉരുട്ടിയെടുത്തിട്ട് ഈ കൽക്കണ്ടത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ.
ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഉണ്ടാക്കി നോക്കിയാൽ മഴക്കാലമൊക്കെ അല്ലേ, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.